കൂടോത്രത്തിനു വേണ്ടി അവരന്ന് പോയപ്പോൾ ആ മന്ത്രവാദി അദ്ദേഹത്തിന്റെ കയ്യിലെ ഒരു പാവയിൽ നിറയെ ആണികളെല്ലാം കുത്തി അദ്ദേഹം എന്തോ ഒരു ദുർമന്ത്രവാദം ചെയ്യുകയായിരുന്നു. ആർക്കോ വേണ്ടി കൂടോത്രം ചെയ്യുന്ന പോലെ. എന്നാൽ എൻ്റെ സുഹൃത്തുക്കളുടെ വരവ് കണ്ടപ്പോൾ തന്നെ അദ്ദേഹം കയ്യിലെ പാവ മാറ്റിവെച്ചതിന് ശേഷം അവർ വന്നതിൻ്റെ കാരണം തിരക്കി. അവരും വന്നിരുന്നത് കൂടോത്രം ചെയ്യാൻ വേണ്ടിയായിരുന്നു. എന്നാൽ ആ കൂടോത്രം ചെയ്തതിന് ശേഷം അവരുടെ പുറകെ വന്നത് ഒരു ചങ്ങലമാടനാണെന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? ചില സമയങ്ങളിൽ കൂടോത്രം അല്ലെങ്കിൽ ദുഷ്ടമന്ത്രവാദം നമ്മൾ ആരുടെയെങ്കിലും മേലിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ ചിലപ്പോൾ അത് നമ്മൾക്ക് തന്നെ തിരിച്ചടിയായി ലഭിക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു കഥയാണ് ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്നത്. ചങ്ങലമാടൻ്റെ കഥ കേൾക്കാം. ഇത് എൻ്റെ നാട്ടിൽ, അതായത് മഞ്ചേരിക്കടുത്ത് ഒരു ഗ്രാമപ്രദേശത്ത് വളരെ വർഷങ്ങൾക്ക് മുമ്പേ നടന്ന ഒരു കഥയാണ്. ഈ കഥയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ കഥ എൻ്റെ ഉറ്റ സുഹൃത്തിന് ഉണ്ടായ ഒരു അനുഭവം കൂടെയാണ്. എൻ്റെ ഉറ്റ സുഹൃത്തിന് അവന് ഒരു ചങ്ങാതി ഉണ്ടായിരുന്നു, അപ്പു. അപ്പുവിന് എന്തൊക്കെയോ കാര്യങ്ങൾ ചുളിവിലൂടെ നേടിയെടുക്കാൻ വേണ്ടി അവൻ ആരൊക്കെയോ പറഞ്ഞു കേട്ട ഒരു ദുർമന്ത്രവാദിയെ പോയി കണ്ടു. ആ ദുർമന്ത്രവാദി ആദ്യം അവനോട് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയായിരുന്നു: നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ നടത്താം, എന്നാൽ നമ്മൾ കുറച്ച് ക്രിയകൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അതിന് കുറച്ച് പൈസ ചെലവുണ്ട്. എല്ലാ മന്ത്രവാദികളും പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നു എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ചില മന്ത്രവാദികൾ ഉറപ്പായും പണത്തിന് വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്. എന്നാൽ ഇവിടം സംഭവിച്ചത് അല്പം വിചിത്രമായിരുന്നു. അവൻ ആ കൂടോത്രം ചെയ്യാൻ വേണ്ടി ഒരു ദിവസം ഉറപ്പിച്ചു. അന്നത്തെ ദിവസം അവനോട് ആ മന്ത്രവാദി പറഞ്ഞു, നിങ്ങൾ വരുമ്പോൾ കയ്യിലൊരു പൂവൻ കോഴിയെ കൂടി കരുതണം. ഈ പൂവൻ കോഴിയുടെ തലയിലാണ് അവർ കൂടോത്രം ചെയ്തു തരുന്ന മന്ത്രചരടുകളും മന്ത്ര തകിടുകളും കെട്ടി അവർക്ക് തിരികെ നൽകുന്നത്. ആ തകിടുകൾ പിന്നീട് എവിടെയെങ്കിലും കൊണ്ടുപോയി കുഴിച്ചിടുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുകയൊക്കെയാണ് പതിവ്. അത് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് വിശദമായി തന്നെ പറയാം. എന്നാൽ എൻ്റെ ഈ സുഹൃത്ത് അഭിലാഷിന് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും വിശ്വാസമുണ്ടായിരുന്നില്ല. തൻ്റെ സുഹൃത്ത് അപ്പു വളരെ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് അവനും അന്ന് അവൻ്റെ കൂടെ കൂട്ടുപോകാൻ തീരുമാനിച്ചത്. മഞ്ചേരിയിൽ നിന്നും ഏകദേശം 7 കിലോമീറ്ററോളം അകലെയാണ് ഈ ഒരു ഗ്രാമം. ആ ഗ്രാമത്തിൽ അവിടെയുള്ള ഒരു പേര് കേട്ട മന്ത്രവാദി തന്നെയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മന്ത്രവാദം കൊണ്ട് ഒരുപാട് പേർക്ക് ഒരുപാട് ഗുണങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടെന്നും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ടായിരുന്നു അവരും അവിടേക്ക് തന്നെ പോയത്. അങ്ങനെ അന്നത്തെ രാത്രി അവർ അവിടെ എത്തി. എന്നാൽ അവർ പോകുന്ന വഴിയിൽ അവർക്ക് ഒരു പൂവൻ കോഴിയെ വാങ്ങേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ ആ പോകുന്ന വഴിയിൽ അവരൊരു പൂവൻ കോഴിയൊക്കെ വാങ്ങിയിട്ടാണ് അങ്ങോട്ട് പോയത്. എന്നാൽ അന്ന് അവർ ആ യാത്ര ആരംഭിച്ചത് മുതലേ അവർക്ക് ചുറ്റും എന്തൊക്കെയോ ഒരു അസ്വസ്ഥത ഉള്ളതുപോലെ തോന്നി. അവർ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും ഒരു തൃപ്തിയില്ലാത്ത അവസ്ഥ. പോകുന്ന വഴിയിൽ 1 2 അല്ല 3 4 തവണ അവരുടെ ബൈക്ക് ആക്സിഡന്റ് ആവാനുള്ള ഒരു ശ്രമമുണ്ടായി. എന്നാൽ ആരുടെയൊക്കെയോ ഭാഗ്യത്തിന് അവരെല്ലാം ആ ആക്സിഡന്റിൽ നിന്നും രക്ഷപ്പെട്ടു. ഒടുവിൽ അവർ ആ മന്ത്രവാദിയുടെ നാട്ടിലെത്തി. അവിടെ എത്തിയതിനു ശേഷം നാട്ടുകാരോടായി അവർ ചോദിച്ചു, നാരായണൻ മന്ത്രവാദിയുടെ വീട് എവിടെയാണെന്ന്. അതിന് നാട്ടുകാരെല്ലാവരും വഴി പറഞ്ഞത് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ആശ്ചര്യത്തോടെ അവരെ നോക്കി. എന്നിട്ട് പറഞ്ഞു, ഇവിടെ നിന്നും 3 വീട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീടാണ്. ഈ സമയത്ത് നിങ്ങൾ എന്തിനാണ് അങ്ങോട്ട് പോകുന്നതെന്ന് കൂടി നാട്ടുകാരിൽ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു. അതിന് അവർ പ്രത്യേകിച്ച് ഒരു മറുപടിയും പറഞ്ഞില്ല. അവർ ആ വീട് ലക്ഷ്യം വെച്ച് ബൈക്കുമായി അങ്ങോട്ട് പോയി. അങ്ങനെ അവിടെ എത്തിയതിനു ശേഷം ആ നാരായണൻ മന്ത്രവാദി പുറമേക്ക് വന്ന് പറഞ്ഞു, 10 മിനിറ്റ് നിങ്ങൾ പുറത്ത് കാത്തു നിൽക്കണം. ഞാൻ വിളിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ അകത്തേക്ക് വരാൻ പാടുള്ളൂ എന്ന ഒരു കർശന നിർദ്ദേശം അവർക്ക് നൽകി. ഇതെല്ലാം കണ്ട് അഭിലാഷിന് സത്യത്തിൽ ചിരി വരുന്നുണ്ടായിരുന്നു. എന്നാൽ അപ്പു തീർത്തും ഈശ്വരവിശ്വാസിയും അതിലുപരി ഇത്തരത്തിലുള്ള പാരാനോർമൽ ആക്ടിവിറ്റികളിലും അതുപോലെ ദുർമന്ത്രവാദങ്ങളിലുമെല്ലാം അതീവ വിശ്വാസമുണ്ടായിരുന്നു അപ്പുവിനും. അങ്ങനെ അപ്പു ആ ഒരു കൂടോത്രം അല്ലെങ്കിൽ ആ ഒരു ദുർമന്ത്രവാദം ചെയ്യാൻ വേണ്ടി
ആ നാരായണൻ മന്ത്രവാദി അവരെ വിളിക്കുന്നതുവരെ കാത്തിരുന്നു. ഒടുവിൽ നാരായണൻ മന്ത്രവാദി അവരെ രണ്ടുപേരെയും അകത്തേക്ക് വിളിച്ചു. അകത്തേക്ക് ചെന്ന ഉടനെ തന്നെ അവർ കണ്ടത് ഒരു വലിയ കളം. തൊട്ടടുത്ത് ഒരു ഓട്ടുരുളിയിൽ ഒരു കുരുതി ഒരുക്കി വെച്ചിരിക്കുന്നു. കണ്ടാൽ രക്തം തളം കെട്ടി കിടക്കുന്ന പോലുള്ള ഒരു ഉരുളി. അതിലെന്തോ പാനീയമാണ് നിറച്ചിരിക്കുന്നത്. കുരുതിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ ഒറ്റക്കാഴ്ചയിൽ അതെന്തോ രക്തം കലർത്തിയ പോലെ, അല്ലെങ്കിൽ ഒരു വെള്ളത്തിൽ കുങ്കുമമെല്ലാം കലക്കിയാൽ എങ്ങനെയുണ്ടാവും അതുപോലെ അതിനൊരു രക്തനിറമായി നമുക്ക് തോന്നി. അതിൽ നിറയെ തെച്ചിപ്പൂക്കളും തുളസിയും മറ്റ് എന്തൊക്കെയോ പുഷ്പങ്ങളും ചെടിയുടെ ഇലകളുമെല്ലാം അതിനകത്തുണ്ട്. തീർത്തും ഒരു മന്ത്രവാദത്തിന്റെ അന്തരീക്ഷം തന്നെ. തൊട്ടടുത്തായി തകിടും പൂജിച്ച ചരടുകളും മുന്നിൽ ഒരു വലിയ തീ ആളിക്കത്തുന്ന ഹോമകുണ്ഡവുമുണ്ട്. അതിനുശേഷം അപ്പുവിനോടായി പറഞ്ഞു, നിങ്ങളുടെ ആവശ്യം എന്താണെന്ന്. അതിന് അപ്പു തന്റെ ആവശ്യമെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞതിന് ശേഷം നടക്കേണ്ട കാര്യം തന്നെ മനസ്സിൽ ആഗ്രഹിച്ചിരിക്കാൻ പറഞ്ഞു. താൻ ചെയ്യുന്ന മന്ത്രവാദത്തിനിടയിൽ അപ്പു അത് ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. എല്ലാത്തിനും ഒടുവിൽ തൻ്റെ കയ്യിലെ ആ പൂവൻ കോഴിയെ അദ്ദേഹം വാങ്ങി അതിന് ജീവനോടെ കഴുത്ത് നെരിച്ചു കൊന്ന് ആ ഒരു പൂവൻ കോഴിയുടെ തലയിൽ താൻ ജപിച്ച ഒരു തകിട് അതിനുള്ളിൽ കെട്ടി അവരോട് പറഞ്ഞു, തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ശ്മശാനത്തിൽ പോയി കുഴിച്ചിടണമെന്ന്. അതുതന്നെയായിരുന്നു അവരുടെ ഏറ്റവും വലിയ വെല്ലുവിളി. കാരണം അടുത്തുള്ള ശ്മശാനങ്ങളിലേക്കൊന്നും പോവാനുള്ള ധൈര്യം അപ്പുവിനും ഉണ്ടായിരുന്നില്ല, അഭിലാഷനും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർക്കന്ന് ഏറ്റവും പ്രയാസമേറിയ ഒരു ജോലിയായിരുന്നു ആ ഒരു കോഴിത്തല അവിടെ ശ്മശാനത്തിൽ കൊണ്ടുപോയി കുഴിച്ചിടുക എന്നത്. എന്നാൽ നാരായണൻ മന്ത്രവാദിയോടായി അവർ പറഞ്ഞു, അതല്ലാതെ വേറെന്തെങ്കിലും വഴിയുണ്ടോ? അതിന് അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ കാര്യങ്ങൾ പൂർണ്ണമായി വിജയകരമായി നടക്കണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യണമെന്ന്. അതിനുവേണ്ടി അവർക്ക് നിർബന്ധമായിരുന്നു ഒരു ശ്മശാനത്തിൽ തന്നെ ഈ കയ്യിലിരിക്കുന്ന കോഴിത്തല അവിടെ തന്നെ കുഴിച്ചിടണമെന്ന്. അങ്ങനെ അവിടെ നിന്നും ആ മന്ത്രവാദങ്ങൾക്ക് ശേഷം അവർ രണ്ടുപേരും ഒരു ശ്മശാനം അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. എൻ്റെ സുഹൃത്ത് അഭിലാഷും അവൻ്റെ സുഹൃത്ത് അപ്പവും താമസിക്കുന്ന ഭാഗത്തൊക്കെ ശ്മശാനങ്ങളുണ്ട്. എന്നാൽ അവിടെയൊന്നും അവർക്കത് കുഴിച്ചിടാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് സ്വന്തം നാടാണ്. അതുമാത്രമല്ല, അവിടെയൊക്കെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ വീണ്ടും എന്തെങ്കിലും ബാധാദോഷങ്ങൾ അവർക്ക് വരുമോ എന്നൊക്കെയായിരുന്നു അവരുടെ മനസ്സ് മുഴുവൻ. എന്നാൽ അവർക്ക് ഏറ്റവും ആഗ്രഹം വേറെ എവിടെയെങ്കിലും അവിടെ നിന്നും കുറച്ച് അകലെ മാറിയോ മറ്റോ എന്തെങ്കിലും ഒരു ശ്മശാനത്തിലോ അല്ലെങ്കിൽ വല്ല ചുടലപ്പറമ്പിലോ ഇത് അടക്കം ചെയ്യാം എന്നായിരുന്നു അവരുടെ ഒരു തീരുമാനം. അങ്ങനെ അവിടെ നിന്നും വീണ്ടും ഒരു 3 കിലോമീറ്റർ അകലെ പോയപ്പോഴായിരുന്നു അവർ അവിടെ ഒരു ചുടുകാട് കണ്ടത്. അതൊരു ശ്മശാനം തന്നെയായിരുന്നു. അവിടുത്തെ കോർപ്പറേഷന്റെ അല്ലെങ്കിൽ അവിടുത്തെ പഞ്ചായത്തിന്റെ അനാഥ ശവങ്ങളെല്ലാം അടക്കം ചെയ്യുന്ന ഒരു ശ്മശാനം. അതിനകത്തേക്ക് അവർ കയറാൻ തീരുമാനിച്ചു. എന്നാൽ അഭിലാഷിന് കുറച്ചെങ്കിലും ധൈര്യമുണ്ടായിരുന്നു. എന്നാൽ അപ്പുവിന് ഭയങ്കര പേടിയായിരുന്നു അതിനകത്തേക്ക് കയറാൻ. എന്നാലും അഭിലാഷുള്ള ധൈര്യത്തിൽ അപ്പു അവന്റെ കൂടെ ആ ശ്മശാനത്തിലേക്ക് നടന്നു. അങ്ങനെ ഇരുവരും ആ ശ്മശാനത്തിലെത്തി. ഉടനെ തന്നെ അവർ കയ്യിലുള്ള ആ കോഴിത്തലയും അതിൽ വെച്ച തകിടും അവിടെ കുഴിച്ചിടാനായി ശ്രമിക്കാൻ തുടങ്ങി. അടുത്തു നിന്നും കിട്ടിയ ഒരു കമ്പ് ഉപയോഗിച്ച് അവിടെ കുഴിക്കാൻ തുടങ്ങി. എന്നാൽ മഴക്കാലമൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ മണ്ണ് ഉറച്ചു പോയിരുന്നു. അതുകൊണ്ട് അവരുടെ കയ്യിലെ കമ്പ് ഉപയോഗിച്ച് അവർക്ക് അത് കുഴിയാക്കാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോഴായിരുന്നു തൊട്ടടുത്തുള്ള ഒരു മരത്തിന് താഴെയായി ഒരു ഇരുമ്പ് കഷ്ണം നിൽക്കുന്നത് കണ്ടത്. അത് സത്യത്തിൽ കണ്ടാൽ ഒരു ചങ്ങലയിൽ നിന്നെന്തോ ഊരിപ്പോന്നത് പോലുള്ള ഒരു വസ്തുവായിരുന്നു. അതിന് അഭിലാഷ് പറഞ്ഞു, നമുക്ക് ഈ ഇരുമ്പ് തണ്ട് ഉപയോഗിച്ച് ഒരു കുഴിയുണ്ടാക്കാം, എന്നിട്ട് അതിനുശേഷം കുഴിച്ചിടാം എന്നൊക്കെ പറഞ്ഞു. എന്നാൽ അവർ ആ ശ്മശാനത്തിൽ തന്നെ അടക്കം ചെയ്യുന്നതിന് വേണ്ടി ശവം അടക്കം ചെയ്തതിന്റെ ഭാഗത്തേക്കൊന്നും പോയില്ല. അവർക്ക് ഇരുമ്പ് കഷ്ണം ലഭിച്ച ആ മരത്തിന് താഴെയുള്ള ആ ഒരു ചങ്ങലയ്ക്കടുത്ത് ഒരു കുഴിയുണ്ടാക്കി ആ കോഴിത്തല അവിടെ തന്നെ അടക്കം ചെയ്തു. എന്നിട്ട് അവരോട് ആ മന്ത്രവാദി പറഞ്ഞതോർത്തു, നിങ്ങൾ ഇത് കുഴിച്ചിട്ടതിന് ശേഷം ഒരു കാരണവശാലും പുറകിലേക്ക് തിരിഞ്ഞു നോക്കാൻ പാടില്ല എന്ന്. 3 അടി വന്നതിന് ശേഷം തിരിഞ്ഞു നോക്കാതെ നിങ്ങൾ മുന്നോട്ട് പോവണമെന്നും ആ മന്ത്രവാദി പറഞ്ഞിരുന്നു. അങ്ങനെ ഇതെല്ലാം അടക്കം ചെയ്ത് മുന്നോട്ട് പോകുന്നതിനിടയിൽ പെട്ടെന്നാണ് 3 അടി വെച്ചതിന് ശേഷം അവരുടെ പുറകിൽ നിന്നും എന്തോ ഒരു ചങ്ങല കിലുങ്ങുന്ന ശബ്ദം കേട്ടത്. എന്നാൽ പെട്ടെന്ന് അഭിലാഷ് തിരിഞ്ഞു നോക്കാൻ പോകുന്ന സമയത്ത് അപ്പു പറഞ്ഞു, തിരിഞ്ഞു നോക്കരുതെന്നാണ് മന്ത്രവാദി പറഞ്ഞിട്ടുള്ളത്. ഒരു കാരണവശാലും തിരിഞ്ഞു നോക്കരുത്, നമുക്ക് ഇവിടെ നിന്നും എത്രയും പെട്ടെന്ന് പോകണം എന്നൊക്കെ അപ്പു പറഞ്ഞു.
എന്നാൽ അഭിലാഷ് അതെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ വിട്ടില്ല. അഭിലാഷ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അഭിലാഷ് കണ്ട കാഴ്ച കുറച്ച് അധികം ഭയാനകമായിരുന്നു. ആ ചങ്ങലയ്ക്ക് താഴെ, ഏകദേശം ആ മരത്തിന് താഴെ ഒരു മുരൾച്ച, ഒരു മനുഷ്യന്റെ മുരൾച്ച പോലെയല്ല, ഒരു മൃഗത്തിന്റെ മുരൾച്ച പോലെയുമല്ല, ഒരു ഭീകരമായ ഒരു രാക്ഷസൻ മുരളുന്ന പോലെയുള്ള ഒരു അവസ്ഥ. ആരോ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് സുഗമമായ ഒരു കോട്ടുവായ ഇടുന്നത് പോലുള്ള ഒരു അപൂർവമായ വിചിത്രമായ ഒരു മുരൾച്ച. എന്നാൽ അവിടെ അവർക്ക് ഒരു രൂപത്തെയും കാണാൻ സാധിച്ചില്ല. അപ്പോഴാണ് അപ്പു തൻ്റെ കയ്യിലെ മൊബൈൽ ഫോണിൽ ഒരു പാട്ട് വെച്ചത്. ധൈര്യം സംഭരിക്കാനാണെന്ന് ഒരു പേരിൽ അദ്ദേഹം തൻ്റെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ ഒരു പാട്ട് വെച്ചു. അതും ഉച്ചത്തിൽ, അതും വളരെ ഉച്ചത്തിൽ. എന്നാൽ ഫോണിലെ പാട്ടിൻ്റെ ശബ്ദം കൂട്ടും തോറും അവർക്ക് പുറകിൽ നിന്ന് കേൾക്കുന്ന മുരൾച്ച അവരെ വല്ലാതെ ഭയപ്പെടുത്തി. എന്നാൽ അവർക്ക് രൂപം കാണാത്തത് കൊണ്ട് തന്നെ അവർക്ക് അത് എന്താണെന്ന് മനസ്സിലായില്ല. അങ്ങനെ അവർ രണ്ടുപേരും അവർ ബൈക്കുമെടുത്ത് അവർ തിരിച്ച് അവരുടെ നാട്ടിലേക്ക് എത്തി. അന്നത്തെ രാത്രി അപ്പുവിന് വീട്ടിലേക്ക് പോവാൻ വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അവർ രണ്ടുപേരും അന്ന് അവരുടെ നാട്ടിലുള്ള അവിടെ പാടത്ത് മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കിണറിന്റെ അരികിലിരുന്നു. അവർ സുഹൃത്തുക്കൾ എല്ലാവരും എപ്പോഴും സമയം ചിലവഴിക്കാറ് ആ ഒരു കിണറിന്റെ ചുറ്റും ഇരുന്നാണ്. അങ്ങനെ അപ്പുവും അഭിലാഷും അങ്ങോട്ട് എത്തിയ സമയത്ത് ആ കിണറിന് ചുറ്റും ആരും ഉണ്ടായിരുന്നില്ല. ഏകദേശം രാത്രി 1 മണിയെല്ലാം കഴിഞ്ഞ സമയത്തായിരുന്നു അവർ രണ്ടുപേരും അവിടെ എത്തിയത്. അതിനുശേഷം അഭിലാഷും അപ്പുവും അവർ കേട്ട ശബ്ദത്തെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്ന സമയത്തായിരുന്നു അവർ അവിടെ നിന്നും കേട്ട അതേ ശബ്ദം വീണ്ടും അവർക്ക് പുറകിൽ നിന്നും കുറച്ച് അകലെയായി കേട്ടു തുടങ്ങിയത്. ഒരു രാക്ഷസന്റെ മുരൾച്ച പോലെ. അതിൻ്റെ കൂടെ ആരോ ചങ്ങല കിലുക്കുന്ന ഒരു ശബ്ദം കൂടെ അവർ കേട്ടു. ആരോ ചങ്ങല കിലുക്കി അരികിലേക്ക് നടന്നു വരുന്നത് പോലുള്ള ഒരു സാന്നിധ്യം കൂടി അവർക്ക് അനുഭവപ്പെട്ടു. ആ സമയത്ത് അഭിലാഷും അപ്പുവും നന്നായി പേടിച്ചിരുന്നു. അഭിലാഷ് ഉടനെ പറഞ്ഞു, നമുക്ക് ഇവിടെ നിന്നും പോവാമെന്ന്. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്നും പോകാൻ ഉദ്ദേശിക്കുന്ന സമയത്താണ് അവർ ആ കാഴ്ച കണ്ടത്. ഒരു കറുത്ത മനുഷ്യൻ, തലയിൽ ഒരു കരിമ്പടം പുതച്ച്, കഴുത്തിലും കയ്യിലുമെല്ലാം ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച്, കാലിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ച് ഒരാൾ ചങ്ങലയും വലിച്ച് നടന്നു നീങ്ങുന്നു. അവരുടെ മുന്നിൽ അവർ കണ്ട കാഴ്ച അവർ ജീവിതത്തിൽ ഇന്നും മറന്നിട്ടില്ല. കാരണം അത്തരത്തിലുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു അത് ചങ്ങലമാടനാണെന്ന് അപ്പു ഉറക്കെ പറഞ്ഞു. അതിന് അഭിലാഷ് ചോദിച്ചു, ചങ്ങലമാടനോ? അതെ, ചങ്ങലമാടൻ. ഇത് എങ്ങനെ നമ്മുടെ കൂടെ വന്നു എന്നതിന് ഒരു ഉത്തരം മാത്രമേ അപ്പുവിന് അഭിലാഷിന് നൽകാൻ കഴിഞ്ഞുള്ളൂ. നമ്മുടെ ശ്മശാനത്തിലേക്കുള്ള പോക്ക് അത്ര നന്നായിരുന്നില്ല. അവിടെ നിന്നും ഇത് നമ്മുടെ കൂടെ കൂടാനാണ് സാധ്യത. എന്നാൽ ആ രൂപം അവരെ നോക്കുന്നുണ്ടായിരുന്നില്ല. അവർക്ക് മുന്നേ തന്നെ ആ രൂപം നടന്നകലുന്ന കാഴ്ചയാണ് കണ്ടത്. പെട്ടെന്ന് ആ രൂപം അവർക്ക് മുന്നിൽ നിന്നും അപ്രത്യക്ഷമായി. ആ സമയത്ത് അഭിലാഷും അപ്പവും ആ പാടം കടന്ന് മെയിൻ റോഡിലേക്ക് എത്താമെന്ന് കരുതി അതിവേഗത്തിൽ നടന്നുകൊണ്ടിരുന്നു. ആ സമയത്താണ് പെട്ടെന്ന് പുറകിൽ നിന്നും അപ്പുവിന്റെ കയ്യിൽ ആരോ പിടിച്ചത്. ആ കയ്യിൽ പിടിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വലിയ ചങ്ങലയുടെ മുഴക്കവും ഉണ്ടായിരുന്നു. അഭിലാഷും അപ്പവും ഒരുമിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ കയ്യിൽ കയറി പിടിച്ച് ആ രൂപം തനിക്ക് മുന്നിൽ നിന്നു. എന്നിട്ട് ഒരു വലിയ അലർച്ച. ആ സമയത്ത് അപ്പു നിലവിളിച്ചെങ്കിലും ആ ഒരു നിലവിളിയോടുകൂടി ആ ഒരു രൂപം അവൻ്റെ മുന്നിൽ നിന്നും അപ്രത്യക്ഷനായി പോയി. എന്നിട്ട് അവിടെ നിന്നും അഭിലാഷും അപ്പവും ധൃതിയിൽ നടന്ന് ബൈക്കിനടുത്തേക്ക് പോയി. അങ്ങനെ ബൈക്ക് സ്റ്റാർട്ടാക്കുന്ന സമയത്ത് അവർ പുറകിലേക്ക് നോക്കുമ്പോൾ അവർ നിന്നിരുന്ന കിണറിൻ്റെ അടുത്തായി ആ രൂപം അവരെ തന്നെ ചുവന്ന കണ്ണുകളോടെ നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അവർ അവസാനമായി കണ്ടത്. പിന്നീട് രണ്ടുപേരും വീട്ടിലെത്തിയതിനു ശേഷം അവർക്കുണ്ടായ കാര്യങ്ങളെല്ലാം അവർ വീട്ടിൽ തുറന്നു പറഞ്ഞപ്പോൾ അവരെ ഒരുപാട് വഴക്ക് പറഞ്ഞു. പിന്നീട് ഒരുപാട് കാലം അവർക്ക് ഈ ചങ്ങലമാടന്റെ സാന്നിധ്യം അവർക്ക് രണ്ടുപേർക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും അവർ പോയ മന്ത്രവാദിയെ തന്നെ പോയി കണ്ട് അതിനുള്ള പരിഹാരവും അവർ ചെയ്തു എന്നാണ് എന്നോട് പറഞ്ഞത്. പിന്നീട് ഒരിക്കലും അവർ ഈ ചങ്ങലമാടനെ കണ്ടിട്ടില്ല. എന്നാൽ അന്ന് അവർക്ക് പുറകെ വന്ന ചങ്ങലമാടൻ എന്തായാലും അവരെ വിട്ടു പോവാൻ ഒരു വഴിയുമില്ല. എവിടെയെങ്കിലും അദൃശ്യനായി നിൽക്കുന്നുണ്ടാവും. ഇപ്പോഴത്തെ രാത്രിയിലെ സ്ട്രീറ്റ് ലൈറ്റും വെളിച്ചവും എല്ലാം കണ്ട് എവിടെയോ അത് പതുങ്ങിയിരിക്കുന്നു. ഒരുപക്ഷെ അത് വീണ്ടും ആ ശ്മശാനത്തിലേക്ക് തന്നെ പോയിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാവുന്നതാണ്.
അതുപോലെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് നൽകുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് നിങ്ങൾക്കുണ്ടായ അനുഭവം പറയാവുന്നതാണ്. അത് നമുക്ക് വളരെ രസകരമായി ഇവിടെ അവതരിപ്പിക്കാവുന്നതുമാണ്.